Welcome to College Curiosity. In history of English literature, now we are moving on to the 18th century English novel. ആംഗ്ലോ-സാക്സൺ ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പോയട്രിയെ പറ്റിയും പ്രോസിനെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ നോവൽ ആസ് എ ലിറ്റററി ഓണർ പോപ്പുലറായത് 18th സെഞ്ച്വറിയിൽ 1740 സാമുവൽ റിച്ചാർഡ്സൻ്റെ പമീല എന്ന നോവലിൻ്റെ പബ്ലിക്കേഷനോട് കൂടിയാണ്. ഈ 18th സെഞ്ച്വറിയിൽ നോവലിന് ഇത്രയും പോപ്പുലാരിറ്റി ഉണ്ടാകുന്നതിന് കാരണമായ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദ സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ദ റൈസ് ഓഫ് എ ന്യൂ റീഡിംഗ് പബ്ലിക്. സാധാരണക്കാർ പോലും എഴുത്തും വായനയൊക്കെ അഭ്യസിച്ച് കഴിഞ്ഞപ്പോഴേക്കും ന്യൂസ് പേപ്പേഴ്സും മാഗസിൻസും ഒക്കെ ധാരാളമായിട്ട് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങുകയും അതുപോലെ റീഡേഴ്സിൻ്റെ എണ്ണം കൂടുകയും ചെയ്തു. അതോടുകൂടി ഇംഗ്ലണ്ടിൽ ഒരു ന്യൂ റീഡിംഗ് പബ്ലിക് തന്നെ ഉണ്ടായി വന്നു. അത് ഒരു ഫാക്ടർ. സെക്കൻഡ് വൺ, ദ റൈസ് ഓഫ് എ മിഡിൽ ക്ലാസ്. മിഡിൽ ക്ലാസ് പീപ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര വലിയ ക്ലാസിക്സോ ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡ് ലിറ്റററി വർക്ക്സ് ഒന്നും വായിക്കാനല്ല ഇഷ്ടപ്പെട്ടിരുന്നത്. ദേ റെഡ് ഫോർ പ്ലഷർ ആൻഡ് റിലാക്സേഷൻ. ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടായിരുന്നു അവർ വായിക്കുന്നത്. അപ്പോൾ അവരുടെ തന്നെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന നോവൽസ് എന്ന് പറയുന്നുണ്ടെ ആ കണ്ടംപററി സൊസൈറ്റിയെ പറ്റിയും സാധാരണക്കാരുടെ ജീവിതത്തെ പറ്റിയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവരുടെ ജീവിതത്തെ പറ്റി എഴുതിയിരിക്കുന്നത് തന്നെ വായിക്കാൻ അവർ താല്പര്യപ്പെട്ടു. അത് സെക്കൻഡ് റീസൺ. തേർഡ് വൺ എന്ന് പറയുന്നത് ദ അഡ്വൻറ്റ് ഓഫ് എ ന്യൂ ക്ലാസ് ഓഫ് ഫീമെയിൽ റീഡേഴ്സ്. അപ്പർ ക്ലാസ്സിലും മിഡിൽ ക്ലാസ്സിലെ വിമൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ പൊളിറ്റിക്സിലും ബിസിനസ്സിലും ഒന്നും അത്ര താല്പര്യം കാണിച്ചിരുന്നില്ല. ഹൗസ് ഹോൾഡ് വർക്ക്സ് എല്ലാം കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടം പോലെ ലെഷർ ടൈം കിട്ടുമായിരുന്നു. ആ ലെഷർ ടൈം അവർ റീഡിങ്ങിന് വേണ്ടിയിട്ട് നീക്കിവെച്ചു. ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ നടന്നൊരു ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ്. അതിലൂടെ സാധ്യമായത് എന്താണെന്ന് വെച്ചാൽ അതുവരെ ഇംഗ്ലണ്ടിൽ അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് എന്ന് പറയുന്ന രണ്ട് സോഷ്യൽ ക്ലാസ് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഈ ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റിലൂടെ ഒരു മിഡിൽ ക്ലാസ് ഉയർന്നു വന്നു. ഈ മിഡിൽ ക്ലാസ് ഉയർന്നു വന്നതോടുകൂടി ആ ഹൈ ക്ലാസ്സിനും അപ്പർ ക്ലാസ്സിനും ലോവർ ക്ലാസ്സിനും ഇടയിലുള്ളൊരു ആ വലിയൊരു ബാരിയർ നീങ്ങി. കൂടാതെ ആ സമയത്ത് കോഫി ഹൗസസ് ഒക്കെ ധാരാളമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു കഴിഞ്ഞു. ആ കോഫി ഹൗസസ് ഈ സാധാരണക്കാരും ഹൈ ക്ലാസ്സും തമ്മിൽ കൂടുതൽ ഇടപെടുന്നതിനും ലിറ്ററേച്ചറിൻ്റെ ക്രിറ്റിസിസം ഒക്കെ നടക്കുന്നതിനുമൊക്കെ വഴിയൊരുക്കി. അതാണ് ഫോർത്ത് റീസൺ. ഫിഫ്ത്ത് വൺ, ദ ന്യൂ പ്രോസ് സ്റ്റൈൽ. ആ പുതിയ എഴുത്ത് രീതി ലൈഫിൻ്റെ റിയാലിറ്റീസിനെ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ആൻഡ് ദ സിക്സ്ത് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദ ഡിക്ലൈൻ ഓഫ് ഡ്രാമ. അത്രയും നാളും ഡ്രാമ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് ആൾക്കാർക്ക് അത് ആർട്ടിഫിഷ്യലായിട്ട് തോന്നാൻ തുടങ്ങി. മൊത്തത്തിൽ മടുത്ത് തുടങ്ങിയപ്പോഴാണ് നോവൽ എന്ന പുതിയൊരു ലിറ്റററി ഓണർ വരുന്നത്. അതോടുകൂടി അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമ്മൾ പറഞ്ഞു 1740 പമീലയുടെ പബ്ലിക്കേഷനോട് കൂടിയാണ് ഇംഗ്ലീഷിൽ നോവൽ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതെന്ന്. എന്നാൽ ഫസ്റ്റ് ഇംഗ്ലീഷ് നോവൽ പമീല ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അത് ഉറപ്പിച്ച് പറയാനും കഴിയില്ല. നമ്മൾ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ, മലയാളത്തിലെ ആദ്യത്തെ നോവൽ അങ്ങനെ വ്യത്യസ്ത രീതിയിൽ പറയുമല്ലോ. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ഫസ്റ്റ് നോവൽ ഏതാണെന്ന് സംബന്ധിച്ച് ഒത്തിരി കോൺട്രോവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. എങ്കിൽ കൂടിയും ഫസ്റ്റ് ട്രൂ ഇംഗ്ലീഷ് നോവൽ, ഒരു ഇംഗ്ലീഷ് നോവലിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഒത്തിണങ്ങിയ ഒരു ഇംഗ്ലീഷ് നോവൽ എന്ന് പറയുന്നത് പമീലയാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇംഗ്ലീഷ് നോവൽ എന്ന വൺ വേർഡ് ചോദിച്ചാൽ നമുക്ക് പമീല എന്ന് ആൻസർ ചെയ്യാം. എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിനു മുമ്പും നോവൽസ് എഴുതപ്പെട്ടിട്ടുണ്ട്. സർ തോമസ് മലോറിയുടെ മോർട്ടേ ഡെ ആർതർ, ജെഫ്രി ചോസറിൻ്റെ കാൻറ്റർബറി ടെയിൽസ്, ജോൺ ബെന്യൻ്റെ ദ പിൽഗ്രിംസ് പ്രോഗ്രസ് ഇതൊക്കെ നോവലിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ ഡാനിയൽ ഡിഫോയുടെ റോബിൻസൺ ക്രൂസോ അതൊക്കെ നോവലിൽ ഉൾപ്പെടുന്നതാണ്. അതൊക്കെ ഈ പമീലയ്ക്ക് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ളതുമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഫസ്റ്റ് ഇംഗ്ലീഷ് നോവൽ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഡാനിയൽ ഡിഫോയുടെ റോബിൻസൺ ക്രൂസോ ആയിരിക്കും. പക്ഷേ നമ്മൾ എക്സാമിന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് ഇംഗ്ലീഷ് നോവൽ എന്ന് ചോദിക്കുമ്പോൾ എഴുതേണ്ടത് സാമുവൽ റിച്ചാർഡ്സൻ്റെ 1740 പബ്ലിഷ് ചെയ്തിട്ടുള്ള പമീലയാണ്. അപ്പോൾ നോവൽ എഴുതിയിട്ടുള്ള 2-3 ആൾക്കാരുടെ പേര് നമ്മൾ പറഞ്ഞു. സർ തോമസ് മലോറി, ജെഫ്രി ചോസർ, ജോൺ ബെന്യൻ, ഡാനിയൽ ഡിഫോ ഇവരൊക്കെ നോവലിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. എന്നാൽ കൂടിയും 18th സെഞ്ച്വറിയിലെ ഏറ്റവും മേജറായിട്ടുള്ള 4 നോവലിസ്റ്റ് ഉണ്ട്.
അവർ 4 പേരും മൊത്തത്തിൽ അറിയപ്പെടുന്നത് ദ 4 വീൽസ് ഓഫ് ദ നോവൽ എന്നാണ്. ദി 4 വീൽസ് ഓഫ് ദി നോവൽ. അതിൽ ആദ്യത്തെ ആൾ സാമുവൽ റിച്ചാർഡ്സൺ, രണ്ടാമത് ഹെൻറി ഫീൽഡിംഗ്, അത് കഴിഞ്ഞ് ലോറൻസ് സ്റ്റേൺ, പിന്നെ ടോബിയാസ് സ്മോളറ്റ്. ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഈ 4 നോവലിസ്റ്റിനെ പരിചയപ്പെടാം. ആദ്യത്തെ ആൾ സാമുവൽ റിച്ചാർഡ്സൺ. ഹി വാസ് ബോൺ ഇൻ 1689 ആൻഡ് പാസ്ഡ് അവേ ഇൻ 1761. റിച്ചാർഡ്സൺ ഒരു പ്രോസ്പെറസ് ലണ്ടൻ പ്രിൻ്റർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മിഡിൽ ഏജിലെത്തിയപ്പോഴാണ് ആസ് എ നോവലിസ്റ്റ് താനൊരു സക്സസ്ഫുൾ ആയിരിക്കുമെന്നൊരു ചിന്ത അദ്ദേഹത്തിന് തന്നെ ഉണ്ടായത് ഏകദേശം 51 വയസ്സോളം ആയപ്പോഴാണ്. ഒരു പ്രിൻ്റർ ആയതുകൊണ്ട് തന്നെ കുറേ ലെറ്റേഴ്സിൻ്റെ ഒരു വോളിയം ഇങ്ങനെ കമ്പൈൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ലെറ്റേഴ്സിൻ്റെ വോളിയത്തിൻ്റെ ടൈറ്റിൽ എ ഫാദർ ടു എ ഡോട്ടർ ഇൻ സർവീസ് ഓൺ ഹിയറിംഗ് ഓഫ് ഹെർ മാസ്റ്റേഴ്സ് അറ്റംപ്റ്റിംഗ് ഹെർ വിർച്യു. ഒരു ലെങ്തി ടൈറ്റിലാണ് എ ഫാദർ ടു എ ഡോട്ടർ ഇൻ സർവീസ് ഓൺ ഹിയറിംഗ് ഓഫ് ഹെർ മാസ്റ്റേഴ്സ് അറ്റംപ്റ്റിംഗ് ഹെർ വിർച്യു. ഇത് കമ്പൈൽ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് റിച്ചാർഡ്സണിന് ഈ ലെറ്റേഴ്സിനെ എല്ലാം കൂടി ചേർത്ത് ഒരു നോവലാക്കിയാലോ എന്നൊരു ഐഡിയ വരുന്നത്. 2 മാസം കൊണ്ട് അദ്ദേഹം ഇതിനെ പമീല എന്ന ടൈറ്റിലിൽ 1740 ഫസ്റ്റ് ട്രൂ ഇംഗ്ലീഷ് നോവൽ എന്ന നിലയിൽ പബ്ലിഷ് ചെയ്തു. പമീലയുടെ വേറൊരു ടൈറ്റിലാണ് വിർച്യു റിവാർഡഡ്. പമീല അല്ലെങ്കിൽ വിർച്യു റിവാർഡഡ്, പബ്ലിഷ്ഡ് ഇൻ 1740. അത് നല്ല സെൻസേഷണൽ നോവലായിരുന്നു. നമ്മൾ ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമ എന്നൊക്കെ പറയുന്നത് പോലെ അന്നത്തെ കാലത്തെ ആ 18th സെഞ്ച്വറിയിൽ സെൻസേഷണലായ ഒരു നോവലായിരുന്നു പമീല. പമീലയുടെ തീം എന്താണെന്ന് വെച്ചാൽ ഒരു മാസ്റ്ററിൻ്റെ വീട്ടിൽ സെർവൻ്റായിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ അച്ഛന് അയക്കുന്ന ലെറ്റേഴ്സാണത്. മാസ്റ്റർ തന്നെ സെക്ഷലി അസോൾട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനെപ്പറ്റി അവൾ തൻ്റെ അച്ഛൻ എഴുതുന്ന കത്താണ് ഈ നോവലായിട്ട് മാറിയിരിക്കുന്നത്. ലെറ്റേഴ്സിൻ്റെ ഫോമിൽ നോവൽ എഴുതുന്നതിനെയാണ് നമ്മൾ എപ്പിസ്റ്റോളറി നോവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ സാമുവൽ റിച്ചാർഡ്സൺ എന്ന് കേൾക്കുമ്പോഴേ നമ്മൾക്ക് ഓർമ്മ വരേണ്ട ഒരു ടേമാണ് എപ്പിസ്റ്റോളറി നോവൽസ്, അതായത് നോവൽ ഇൻ ദ ഫോം ഓഫ് ലെറ്റേഴ്സ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഫേമസ് ആയ നോവലാണ് ക്ലാരിസ ഓർ ദ ഹിസ്റ്ററി ഓഫ് എ യങ് ലേഡി. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1748. 1740 പമീല പബ്ലിഷ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞ് 1748 ക്ലാരിസ പബ്ലിഷ് ചെയ്യുന്നത്. ക്ലാരിസ ഈസ് എ ട്രാജിക് സ്റ്റോറി ഓഫ് എ യങ് വുമൺ. സ്വന്തം പേരൻസും സമൂഹവും ഒക്കെ കാരണം ട്രാജഡി ആയിപ്പോയ ഒരു പെൺകുട്ടിയുടെ സ്റ്റോറിയാണ് ക്ലാരിസ. ഈ എപ്പിസ്റ്റോളറി മെത്തേഡ് യൂസ് ചെയ്യുന്നതിലൂടെ ഈ ക്യാരക്ടേഴ്സിൻ്റെ പ്രോട്ടഗോണിസ്റ്റിൻ്റെ മൊമെൻ്റ് ടു മൊമെൻ്റ് ആയിട്ടുള്ള ഇമോഷണൽ ചേഞ്ചസ് ഒക്കെ നന്നായി പോർട്രേ ചെയ്യാൻ റിച്ചാർഡ്സണിന് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നോവലിൻ്റെ ഡീമെറിറ്റ്സ് ആയിട്ട് നമ്മൾ പറയുന്നത് അത് ഭയങ്കര ലെങ്തിയാണ്, അതുപോലെ റെപ്പറ്റീഷൻസ് ഉണ്ട്. ഒരിടത്ത് പറഞ്ഞ കാര്യം തന്നെ പിന്നെയും പല ഭാഗത്തും പറയുന്നുണ്ട്. അതുപോലെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഈ എപ്പിസ്റ്റോളറി മെത്തേഡ് ഈ സ്റ്റോറിക്ക് ഒരു ആർട്ടിഫിഷ്യാലിറ്റി കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ റിച്ചാർഡ്സണ് ലോകപരിചയം വളരെ കുറവായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം അറിയാത്ത കാര്യത്തെപ്പറ്റി നമ്മൾ എഴുതുമ്പോൾ അതിനൊരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടാവുമല്ലോ, അത് ഇദ്ദേഹത്തിൻ്റെ നോവലിന് ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ കൂടിയും ആസ് എ ഫസ്റ്റ് ട്രൂ ഇംഗ്ലീഷ് നോവൽ എന്ന നിലയിൽ നമ്മൾ പറയപ്പെടുന്നത് സാമുവൽ റിച്ചാർഡ്സൻ്റെ പമീലയാണ്. അതുകൊണ്ട് തന്നെ സാമുവൽ റിച്ചാർഡ്സൺ ആസ് എ ലിറ്റററി ഫിഗർ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്. അടുത്തതായിട്ട് ദ 4 വീൽസ് ഓഫ് ദ നോവലിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത് ഹെൻറി ഫീൽഡിംഗ് ആണ്. He was born in 1707 and passed away in 1754. He is considered as the father of English novel. പമീല എഴുതിയ സാമുവൽ റിച്ചാർഡ്സൺ ആണ്. ഫസ്റ്റ് നോവലായ പമീല എഴുതിയത് സാമുവൽ റിച്ചാർഡ്സൺ ആണ്. പക്ഷേ ഫാദർ ഓഫ് ഇംഗ്ലീഷ് നോവൽ എന്നറിയപ്പെടുന്നത് ഹെൻറി ഫീൽഡിംഗ് ആണ്. നോവൽസ് എഴുതുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം ധാരാളമായിട്ട് പ്ലേസ് ഒക്കെ എഴുതുമായിരുന്നു. അതുകൊണ്ട് തന്നെ റൈറ്റിംഗ് ടെക്നിക്സിലൊരു ട്രെയിനിങ് കിട്ടാൻ അദ്ദേഹത്തെ അത് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. നമ്മൾ റിച്ചാർഡ്സനെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് പറഞ്ഞു
ലോകപരിചയം നന്നേ കുറവായിരുന്നു എന്ന്. അത് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഹെൻറി ഫീൽഡിങ് നല്ല ലോകപരിചയമുള്ള, ജീവിതത്തെപ്പറ്റി നല്ല അറിവുള്ളൊരു മനുഷ്യനായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ വർക്കുകളിലും നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് അറിയാൻ സാധിക്കും. നോവൽ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ജോസഫ് ആൻഡ്രൂസ്. ഇറ്റ് വാസ് റിട്ടൺ ഇൻ ദ ഇയർ 1742. ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ജോസഫ് ആൻഡ്രൂസ് പബ്ലിഷ്ഡ് ഇൻ 1742. 1740 സാമുവൽ റിച്ചാർഡ്സൺ എഴുതിയ പമീല എന്ന നോവലിന് പാരഡിയായിട്ടാണ് ഹെൻറി ഫീൽഡിങ് 1740 പമീല സാമുവൽ റിച്ചാർഡ്സൺ എഴുതി. അതിന് പാരഡിയായിട്ട് 2 വർഷം കഴിഞ്ഞ് 1742 ഹെൻറി ഫീൽഡിങ് എഴുതിയ നോവലാണ് ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ജോസഫ് ആൻഡ്രൂസ്. ഇതിലെ സെൻട്രൽ ക്യാരക്ടറായ ജോസഫ് ആൻഡ്രൂസിനെ പമീലയുടെ ബ്രദറായിട്ടാണ് പോർട്രേ ചെയ്തേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ഫേമസ് നോവലാണ് ദ ഹിസ്റ്ററി ഓഫ് ടോം ജോൺസ്. ദ ഹിസ്റ്ററി ഓഫ് ടോം ജോൺസ്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1749. അത് ഒരേ സമയം ഒരു ബിൽഡങ്സ് റോമൻ നോവലുമാണ്, ഒരു പിക്കാറസ്ക് നോവലുമാണ്. ബിൽഡങ്സ് റോമൻ, പിക്കാറസ്ക് നോവൽ, ഈ ടേംസൊക്കെ റീഡിംഗ് ഡ്രാമ പഠിച്ചപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ടേംസാണ്. എന്നാലും ഒന്നുകൂടി പറയാം. ബിൽഡങ്സ് റോമൻ എന്ന് പറഞ്ഞാൽ ആ പ്രോട്ടഗോണിസ്റ്റിൻ്റെ ചൈൽഡ്ഹുഡ് മുതൽ അഡൽട്ട്ഹുഡ് വരെയുള്ള സൈക്കോളജിക്കൽ ആൻഡ് മോറൽ ഗ്രോത്തിനെ ബേസ് ചെയ്ത്, അതായത് അതിൽ ചെറുപ്പകാലം തൊട്ട് വലുതാവുന്നത് വരെയുള്ള ആ ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു പോകുന്ന രീതിയിലായിരിക്കും ആ നോവൽസ് എഴുതിയിരിക്കുന്നത്. പിക്കാറസ്ക് നോവൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിസ്ക്രൈബ് ദ അഡ്വഞ്ചേഴ്സ് ഓഫ് എ റൗഫിഷ് ബട്ട് അപ്പീലിംഗ് ഹീറോ ഓഫ് ലോ സോഷ്യൽ ക്ലാസ്. എന്ന് വെച്ചാൽ തെമ്മാടിയായ ഒരു ലോ സോഷ്യൽ ക്ലാസ്സിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ പിക്കാറസ്ക് നോവലിലെ പ്രോട്ടഗോണിസ്റ്റ്. സ്വന്തം ബുദ്ധി സാമർഥ്യം കൊണ്ട് സമൂഹത്തിലെ കറപ്ഷനെയൊക്കെ നേരിട്ട് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കും അതിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹെൻറി ഫീൽഡിങ് എഴുതിയ ദ ഹിസ്റ്ററി ഓഫ് ടോം ജോൺസ് ഒരു ബിൽഡങ്സ് റോമൻ നോവലുമാണ്, ഒരു പിക്കാറസ്ക് നോവലുമാണ്. ഈ ബിൽഡങ്സ് റോമൻ എന്തുവാ, പിക്കാറസ്ക് നോവൽ എന്തുവാ എന്നൊക്കെ അറിഞ്ഞില്ലെങ്കിൽ പോലും ദ ഹിസ്റ്ററി ഓഫ് ടോം ജോൺസ് ഒരു ബിൽഡങ്സ് റോമൻ ആൻഡ് പിക്കാറസ്ക് നോവലാണെന്ന് എഴുതിയാൽ തന്നെ ഒരു നല്ല ഇംപ്രഷൻ നമ്മുടെ ആൻസർ ഷീറ്റ് കാണുമ്പോൾ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് നോവലാണ് അമീലിയ. ഇറ്റ് വാസ് റിട്ടൺ ആൻഡ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1751. അദ്ദേഹത്തിൻ്റെ ഹെൻറി ഫീൽഡിങ്ങിൻ്റെ ബാക്കി വർക്ക്സൊക്കെ ഹ്യൂമറസ് ആയിട്ടുള്ള വർക്ക്സാണ്. പക്ഷേ ഈ ലാസ്റ്റ് വർക്കായ അമീലിയ മറ്റേ രണ്ടിനെ സംബന്ധിച്ച് അത്ര ഹ്യൂമറസ് അല്ല. സാമുവൽ റിച്ചാർഡ്സണും ഹെൻറി ഫീൽഡിങ്ങും ഹ്യൂമൻ ഇമോഷൻസിനെ തന്നെയാണ് തീമാക്കിയത്. പക്ഷേ അവരുപയോഗിച്ചിരുന്ന ടെക്നിക്സ് ഡിഫറൻ്റ് ആയിരുന്നു. റിച്ചാർഡ്സൺ ആസ് എ റൈറ്റർ ഹ്യൂമൻ വീക്ക്നെസ്സിനെ സെൻറ്റർ ചെയ്താണ് എഴുതിയിരുന്നത്. അതേസമയം ഹെൻറി ഫീൽഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഹീ ജസ്റ്റ് ഗ്ലാൻസ്ഡ് അറ്റ് ദം, ലഫ്ഡ് അറ്റ് ദം ആൻഡ് പാസ്ഡ് ഓൺ. ചിരിച്ച് അങ്ങ് തള്ളിക്കളഞ്ഞു, അല്ലാതെ ദുരന്തം തന്നെ പറഞ്ഞ് ഇരിക്കാൻ അദ്ദേഹം താല്പര്യപ്പെട്ടില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഹ്യൂമറും കൂടെ ആയപ്പോൾ ആ നോവലിന് കുറച്ചുകൂടെ അക്സെപ്റ്റൻസ് വന്നു. ഫീൽഡിങ്ങിൻ്റെ നോവലിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്നത് റിയലിസവും ബോയിസ്റ്ററസ് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം നിറഞ്ഞ തമാശകൾ. റിയലിസം ആൻഡ് ബോയിസ്റ്ററസ് ഹ്യൂമർ. ഓർഡിനറി മാൻ്റെ എവരിഡേ ലൈഫാണ്, ഡേ ടു ഡേ ലൈഫാണ് അദ്ദേഹത്തിൻ്റെ നോവലുകളുടെ സെൻട്രൽ തീമായിട്ട് മിക്കപ്പോഴും കടന്നു വരുന്നത്. മറ്റ് നോവലിസ്റ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫീൽഡിങ്ങിൻ്റെ സ്റ്റൈലെന്ന് പറയുന്നത് ഫ്രഷ് ആൻഡ് ക്ലിയർ ആണ്. ആകെയുള്ളൊരു പോരായ്മയായിട്ട് പറയുന്നതെന്ന് ആർക്കെയിക് ടേംസിൻ്റെ യൂസേജാണ്. ആർക്കെയിസം, അതായത് പ്രചാരത്തിലില്ലാത്ത ടേംസ് ഉപയോഗിക്കുമായിരുന്നു. അതായത് സാധാരണ മനുഷ്യൻ്റെ ഓർഡിനറി സ്പീച്ചിൽ ഇല്ലാത്ത വാക്കുകൾ അദ്ദേഹം എഴുതുന്നതിൽ ഉപയോഗിക്കുമായിരുന്നു. ഹെൻറി ഫീൽഡിങ്ങിനെ പറ്റി പറയുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരേണ്ടത് ഹീസ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് നോവൽ. അതുപോലെ ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ജോസഫ് ആൻഡ്രൂസ് എന്ന് പറയുന്നത് പമീല, സാമുവൽ റിച്ചാർഡ്സണിൻ്റെ പമീലയ്ക്ക് പാരഡിയായിട്ടാണ് എഴുതിയത്. ദ ഹിസ്റ്ററി ഓഫ് ടോം ജോൺസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വർക്ക് ഒരു ബിൽഡങ്സ് റോമൻ നോവലാണ്, അതുപോലെ തന്നെ ഒരു പിക്കാറസ്ക് നോവലാണ്.
അദ്ദേഹം ഹ്യൂമൻ ഇമോഷൻസിനെ ചിരിച്ചു തള്ളിക്കളയുന്ന ഒരു രീതിയായിരുന്നു എഴുത്തിൽ സ്വീകരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്ക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ റിയലിസവും ബോയിസ്റ്ററസ് ഹ്യൂമറും. ഓർഡിനറി മാൻ്റെ എവരിഡേ ലൈഫാണ് ഡെപ്പിക്റ്റ് ചെയ്തിരുന്നത്. സ്റ്റൈലെന്ന് പറയുന്നത് ക്ലിയർ ആൻഡ് ഫ്രഷ് ആയിരുന്നു. പിന്നെ ആകെ ഒരു ഡീമെറിറ്റായിട്ട് പറയുന്നത് ആർക്കെയിക് ടേംസിൻ്റെ യൂസേജ്. ദ 4 വീൽസ് ഓഫ് ദ നോവലിൽ മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ള വ്യക്തിയാണ് ലോറൻസ് സ്റ്റേൺ. ഹി വാസ് ബോൺ ഇൻ ദ ഇയർ 1713 ആൻഡ് ഡൈഡ് ഇൻ 1768. സാമുവൽ റിച്ചാർഡ്സണെയും ഹെൻറി ഫീൽഡിങ്ങിനെയും വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ മോർ ഒറിജിനൽ ഫിഗർ ആയിരുന്നു ലോറൻസ് സ്റ്റേൺ. ഇദ്ദേഹത്തിൻ്റെ നോവൽസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ബ്ലെൻഡ് ഓഫ് പതോസ് ആൻഡ് ഹ്യൂമർ. സന്തോഷവും സങ്കടവും ഒക്കെ നിറഞ്ഞ ഒരു കൂട്ടിക്കുഴച്ച ഒരു നോവൽസ് ആയിരുന്നു ഇദ്ദേഹത്തിൻ്റേത്. ആസ് എ നോവലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് വർക്കാണ് ദ ലൈഫ് ആൻഡ് ഒപ്പീനിയൻസ് ഓഫ് ട്രിസ്ട്രാം ഷാൻഡി. ദ ലൈഫ് ആൻഡ് ഒപ്പീനിയൻസ് ഓഫ് ട്രിസ്ട്രാം ഷാൻഡി പബ്ലിഷ്ഡ് ഡ്യൂറിങ് ദ പീരീഡ് 1759 to 1767. 1759 മുതൽ 1767 വരെയുള്ള പീരീഡിൽ 9 വോളിയൂംസ് ആയിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്തത്. ദ ലൈഫ് ആൻഡ് ഒപ്പീനിയൻസ് ഓഫ് ട്രിസ്ട്രാം ഷാൻഡി അതൊരു ബയോഗ്രഫിയാണ്. 9 വോളിയൂംസ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു ബയോഗ്രഫിയാണ്. അതിനെ ഷോർട്ടായിട്ട് ട്രിസ്ട്രാം ഷാൻഡി എന്ന് പറയാം. എക്സാമിന് ദ ലൈഫ് ആൻഡ് ഒപ്പീനിയൻസ് ഓഫ് ട്രിസ്ട്രാം ഷാൻഡി എന്ന് ഓർമ്മ വന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ട്രിസ്ട്രാം ഷാൻഡി എന്നെങ്കിലും എഴുതിയാൽ മതിയായിരിക്കും. നമ്മൾ പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ എന്നുള്ളതിന് പാലേരി മാണിക്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് ഓൾറെഡി വർക്ക് മനസ്സിലാവുമല്ലോ. അതുപോലെ ദ ലൈഫ് ആൻഡ് ഒപ്പീനിയൻസ് ഓഫ് ട്രിസ്ട്രാം ഷാൻഡി ഇറ്റ് ഈസ് എ ബയോഗ്രഫി. അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് വേറൊരു വർക്കാണ് എ സെൻറ്റിമെൻ്റൽ ജേർണി ത്രൂ ഫ്രാൻസ് ആൻഡ് ഇറ്റലി. എ സെൻറ്റിമെൻ്റൽ ജേർണി ത്രൂ ഫ്രാൻസ് ആൻഡ് ഇറ്റലി. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1765. അതൊരു ട്രാവൽ റൈറ്റിംഗ് ആണ്. ട്രാവൽ റൈറ്റിംഗ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു നോവലാണ് എ സെൻറ്റിമെൻ്റൽ ജേർണി ത്രൂ ഫ്രാൻസ് ആൻഡ് ഇറ്റലി. അദ്ദേഹത്തിൻ്റെ മരണത്തോടടുത്ത സമയത്ത് എഴുതപ്പെട്ട ഒരു നോവലാണ് ഇത്. ഈ ലോറൻസ് സ്റ്റേൺ ഒരു എസെൻട്രിക് ആയിട്ടുള്ള ഒരു റൈറ്ററാണെന്നാണ് പറയുന്നത്. അങ്ങനെ പറയപ്പെടാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ നോവൽസ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെഡ്ലി ഓഫ് അൺകണക്റ്റഡ് ഇൻസിഡൻസ്, വിംസിക്കൽ ഫാൻസീസ്, ഹ്യൂമർ ആൻഡ് പതോസ്. ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും പുറകെ വരുന്നത്. അതുപോലെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന പ്ലോട്ട്, അല്ല ഹ്യൂമറും പതോസും എല്ലാം നിറഞ്ഞ് കൂടിക്കുഴഞ്ഞ നോവൽസ്. അതാണ് അദ്ദേഹത്തിൻ്റെ നോവൽസിൻ്റെ പ്രത്യേകത. ഹിസ് നോവൽസ് ആർ ഫേമസ് ഫോർ ഹിസ് പോർട്രയൽ ഓഫ് ക്യാരക്ടേഴ്സ് ദാറ്റ് ആർ ലൈഫ് ലൈക്ക്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സ് ശരിക്കും ജീവനുള്ളതുപോലെ നമുക്ക് തോന്നുമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയല്ലേ. ഇത്ര കുറച്ച് നാൾ സന്തോഷം, അത് കഴിഞ്ഞ് കുറച്ച് നാൾ സങ്കടം, അങ്ങനെയല്ലല്ലോ. നമ്മുടെ ഓരോ ദിവസവും പലതരം ഇൻസിഡൻസ് കൊണ്ട് മിക്സ്ഡ് ആയിട്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ നോവൽസും അൺകണക്റ്റഡ് ഇൻസിഡൻസും വിംസിക്കൽ ഫാൻസീസ്, ഹ്യൂമർ, പതോസ് എല്ലാം നിറഞ്ഞതായിരുന്നു ലോറൻസ് സ്റ്റേണിൻ്റെ നോവല്. അദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ ലോറൻസ് സ്റ്റേണിൻ്റെ മേജറായിട്ടുള്ള 2 വർക്ക്സാണ് ദ ലൈഫ് ആൻഡ് ഒപ്പീനിയൻസ് ഓഫ് ട്രിസ്ട്രാം ഷാൻഡി, അതൊരു ബയോഗ്രഫിയാണ്. രണ്ടാമത്തേത് എ സെൻറ്റിമെൻ്റൽ ജേർണി ത്രൂ ഫ്രാൻസ് ആൻഡ് ഇറ്റലി, അതൊരു ട്രാവൽ റൈറ്റിംഗ് ആണ്. ദ 4 വീൽസ് ഓഫ് നോവൽസിൽ 4th നോവലിസ്റ്റാണ് ടോബിയാസ് സ്മോളറ്റ്. ഹി വാസ് ബോൺ ഇൻ 1721 ആൻഡ് പാസ്ഡ് അവേ ഇൻ 1771. 4 വീൽസ് ഓഫ് നോവൽ എന്ന് പറയുമ്പോൾ സാമുവൽ റിച്ചാർഡ്സൺ, ഹെൻറി ഫീൽഡിംഗ്, ലോറൻസ് സ്റ്റേൺ, ടോബിയാസ് സ്മോളറ്റ്, ഈ 4 പേരെ നമ്മൾ ഒരുമിച്ചാണ് പറയുന്നത്. എങ്കിൽ കൂടിയും ഈ ടോബിയാസ് സ്മോളറ്റ് ബാക്കി 3 പേരുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തതേയില്ല. കാരണം ഹിസ് വർക്ക്സ് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം അതർ 3 നോവലിസ്റ്റ്. 1/2 ഡസനോളം നോവൽ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ദ അഡ്വഞ്ചേഴ്സ് ഓഫ് പെരിഗ്രൈൻ പിക്കിൾ, പബ്ലിഷ്ഡ് ഇൻ 1751. ഇറ്റ് ഈസ് എ പിക്കാറസ്ക് നോവൽ. അത് കഴിഞ്ഞ് 20 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ദ എക്സ്പെഡീഷൻ ഓഫ് ഹംഫ്രി ക്ലിങ്കർ 1771 പബ്ലിഷ് ചെയ്യുന്നത്. അതൊരു എപ്പിസ്റ്റോളറി നോവലാണ്. 6 ക്യാരക്ടേഴ്സ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന ലെറ്റേഴ്സിൻ്റെ ഫോമിലാണ് എപ്പിസ്റ്റോളറി നോവലായ ദ എക്സ്പെഡീഷൻ ഓഫ് ഹംഫ്രി ക്ലിങ്കർ എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ഫണ്ണിയസ്റ്റ് വർക്ക്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറീസിൻ്റെ പ്രത്യേകതയായിട്ട് സ്പെഷ്യൽ ഫീച്ചറായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇറ്റ് യുണൈറ്റ്സ് സ്ട്രിങ്സ് ഓഫ് അഡ്വഞ്ചേഴ്സ് ആൻഡ് പേഴ്സണാലിറ്റി ഓഫ് ദ ഹീറോ. ആ ഹീറോയുടെ അഡ്വഞ്ചറിസവും പേഴ്സണാലിറ്റിയും ഒരുമിപ്പിച്ചിട്ടാണ് അദ്ദേഹം നോവൽ എഴുതിയിരുന്നത്.
ജീവിതത്തിൻ്റെ ഏറ്റവും റെച്ചഡായിട്ടുള്ള ഫേസസ് പോർട്രേ ചെയ്യുന്നതിലാണ് ഇദ്ദേഹം താല്പര്യം കാണിച്ചിരുന്നത്. ടോബിയാസ് സ്മോളറ്റാണ് ഇംഗ്ലീഷ് നോവലിലേക്ക് ഫിക്ഷൻ്റെ സാധ്യതയെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയത്. ഹി എൻലാർജസ് ദ സ്കോപ്പ് ഓഫ് ഫിക്ഷൻ. ഹിസ് വർക്ക് എൻലാർജസ് ദി സ്കോപ്പ് ഓഫ് ഫിക്ഷൻ. നമ്മൾ ലോറൻസ് സ്റ്റേണിനെ പറ്റി പഠിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കായിട്ട് പറഞ്ഞു എ സെൻറ്റിമെൻ്റൽ ജേർണി ത്രൂ ഫ്രാൻസ് ആൻഡ് ഇറ്റലി എന്ന്. അത് സത്യത്തിൽ ടോബിയാസ് സ്മോളറ്റ് എഴുതിയ ട്രാവൽസ് ത്രൂ ഫ്രാൻസ് ആൻഡ് ഇറ്റലി എന്ന് പറഞ്ഞ വർക്കിന് ആൻസറായിട്ടാണ് ലോറൻസ് സ്റ്റേൺ അത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ടോബിയാസ് സ്മോളറ്റിനെ പറ്റി നമുക്ക് ആകെ ഈ 2 വർക്ക്സിൻ്റെ കാര്യം മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇതും കൂടെ നമുക്കൊരു പോയിൻ്റായിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ട്രാവൽസ് ത്രൂ ഫ്രാൻസ് ആൻഡ് ഇറ്റലി ടോബിയാസ് സ്മോളറ്റിൻ്റെ വർക്കാണത്. അതിന് ആൻസറായിട്ടാണ് ഈ ഫോർ വീൽസ് ഓഫ് നോവലിൽ തന്നെ ഒരാളായ ലോറൻസ് സ്റ്റേൺ എ സെൻറ്റിമെൻ്റൽ ജേർണി ത്രൂ ഫ്രാൻസ് ആൻഡ് ഇറ്റലി എഴുതിയിട്ടുള്ളത്. 4 വീൽസ് ഓഫ് നോവൽസിനെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ഓടിച്ച് ഈ 4 പേരെ പറ്റി ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് വൺ സാമുവൽ റിച്ചാർഡ്സൺ ആണ്. സാമുവൽ റിച്ചാർഡ്സൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രൂ ഇംഗ്ലീഷ് നോവലായ പമീല എഴുതിയത് അദ്ദേഹമാണ്. പമീല പബ്ലിഷ് ചെയ്ത ഇയർ 1740 ആണ്. അതൊരു എപ്പിസ്റ്റോളറി നോവലാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പിസ്റ്റോളറി നോവൽസാണ് അതെന്ന് പ്രത്യേകം എടുത്തു പറയണം. വേറെ എന്തൊക്കെ മറന്നുപോയാലും അത് നമ്മൾ ഓർത്തിരിക്കണം. അത് ലെങ്തിയാണ്, റെപ്പറ്റീഷൻസ് ഉണ്ട്, ഇൻസിഗ്നിഫിക്കൻറ്റ് ഡീറ്റെയിൽസ് വരെ അതിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. എങ്കിൽ കൂടിയും ഫസ്റ്റ് ട്രൂ ഇംഗ്ലീഷ് നോവൽ എന്ന നിലയിൽ പമീലയാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നോവൽ മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചത്. സെക്കൻഡ് വൺ ഹെൻറി ഫീൽഡിംഗ്. ഹീസ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് നോവൽ. അദ്ദേഹത്തിൻ്റെ വർക്കുകളാണ് ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ജോസഫ് ആൻഡ്രൂസ്. അത് റിച്ചാർഡ്സൻ്റെ പമീലയ്ക്ക് പാരഡി ആയിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. സെക്കൻഡ് വണ്ണ് ദ ഹിസ്റ്ററി ഓഫ് ടോം ജോൺസ്. അതൊരു ബിൽഡംസ് റോമനും പിക്കാറസ്ക് നോവലാണ്. അദ്ദേഹത്തിൻ്റെ വർക്കുകളുടെ പ്രത്യേകത റിയലിസവും ബോയിസ്റ്ററസ് ഹ്യൂമറും. മൂന്നാമത് ലോറൻസ് സ്റ്റേൺ. അദ്ദേഹത്തിൻ്റെ വർക്കുകളാണ് ദ ലൈഫ് ആൻഡ് ഒപ്പീനിയൻസ് ഓഫ് ട്രിസ്ട്രാം ഷാൻഡി. അതൊരു ബയോഗ്രഫിയാണ്. എ സെൻറ്റിമെൻ്റൽ ജേർണി ത്രൂ ഫ്രാൻസ് ആൻഡ് ഇറ്റലി. അതൊരു ട്രാവൽ റൈറ്റിംഗ് ആണ്. ഇദ്ദേഹത്തിൻ്റെ മെയിൻ ഫീച്ചറായിട്ട് നമ്മൾ പറയുന്നത് ഹ്യൂമറും പതോസും ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇദ്ദേഹം നോവൽസ് എഴുതുന്നത്. ലൈക്ക് ക്യാരക്ടേഴ്സാണ് ഇദ്ദേഹത്തിൻ്റെ നോവലിൽ ഉണ്ടായിരുന്നത്. ടോബിയാസ് സ്മോളറ്റിനെ പറ്റി പറയുന്നുണ്ടെ ഹി യുണൈറ്റഡ് സ്ട്രിങ്സ് ഓഫ് അഡ്വഞ്ചേഴ്സ് ആൻഡ് പേഴ്സണാലിറ്റി ഓഫ് ദ ഹീറോ. ഈ ബാക്കി 4 വീൽസ് ഓഫ് നോവൽസിലെ ബാക്കി 3 പേരിൽ നിന്നും വ്യത്യസ്തനായൊരു നോവലിസ്റ്റായിരുന്നു ടോബിയാസ് സ്മോളറ്റ്. ഇംഗ്ലീഷ് നോവലിലേക്ക് സ്കോപ്പ് ഓഫ് ഫിക്ഷൻ കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സാണ് ദ അഡ്വഞ്ചേഴ്സ് ഓഫ് പെരിഗ്രൈൻ പിക്കിൾ, ദ എക്സ്പെഡിഷൻ ഓഫ് ഹംഫ്രി ക്ലിങ്കർ. അതൊരു എപ്പിസ്റ്റോളറി നോവലാണ്. കൂടാതെ ട്രാവൽസ് ത്രൂ ഫ്രാൻസ് ആൻഡ് ഇറ്റലി എന്ന ടോബിയാസ് സ്മോളറ്റ് എഴുതിയ നോവലിന് ആൻസറായിട്ടാണ് ലോറൻസ് സ്റ്റേൺ എ സെൻറ്റിമെൻ്റൽ ജേർണി ത്രൂ ഫ്രാൻസ് ആൻഡ് ഇറ്റലി എഴുതിയിരിക്കുന്നത്. താങ്ക് യു.